വാക്കാണല്ലോ പ്രധാനം അല്ലെ? ആ പൂക്കി വാക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ കേട്ടല്ലോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ടോ അത് നടന്നിരിക്കും. വാക്ക് വിട്ടൊരു കളിയില്ല. അങ്ങനെ വാക്കുകൊണ്ടുള്ള വിസ്മയങ്ങൾ അത് പലരും അനുഭവിച്ചു വരികയാണ്. അത് ഓൾട്രേഷൻ മോഹിച്ചിരുന്ന ജെൻസികളായിക്കോട്ടെ, കേരളം മുഴുവൻ ടൂറും തീർത്ഥാടനവും ഒക്കെ പോകാൻ ഒരുങ്ങിയിരുന്ന സ്ത്രീകളായിക്കോട്ടെ, അധികാരത്തിൽ വന്നാൽ ആദ്യ ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കും, എത്രയെന്ന് പറയുന്നില്ല, പക്ഷെ കൂട്ടിക്കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് അത് കാത്തിരുന്ന വയോധികരായിക്കോട്ടെ, അങ്ങനെ പലരോടും നമ്മൾ വാക്കിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് കുട്ടനാട് MLA ചോദിച്ചു ഒരു വാക്ക്. ഈ വള്ളംകളി നടക്കുന്ന ദിവസം, അതായത് 29/6/2026 കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി നൽകണമെന്ന ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നു. അത് പരിഗണിച്ച് കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേട്ടല്ലോ, വാക്കു കൊടുത്തു. സ്വന്തം മുന്നണിയിലെ കേരള കോൺഗ്രസ് നേതാവ് വള്ളംകളിയെ തുടർന്നൊരു പ്രാദേശിക അവധിയുടെ വാക്ക് ചോദിച്ചു. കൊടുത്തു ഒരു 1.5 വാക്ക്. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. കേട്ടല്ലോ, പരിഗണിക്കും വാക്കാണ്. പക്ഷേ പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ കൂടി ഒരു പണിയും കൂടെ കൊടുത്തു. നിന്ന് പറഞ്ഞ വാക്ക് ഇരുന്നപ്പോ അദ്ദേഹം നൈസ മാറ്റുന്ന എങ്ങനെ നോക്കി. കണ്ടല്ലോ, ഇങ്ങനെയും നമ്മൾ അടിയിൽ കൂടെ വാക്ക് പറയും. മുകളിൽ പറഞ്ഞ വാക്കേ നിങ്ങൾ സാധാരണ കേൾക്കാറുള്ളൂ. അത് കേട്ടിട്ട് വിശ്വസിച്ചു വരുന്നവൻ കയ്യിലൊരു റബ്ബർ ബാൻഡും കൂടി വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാര്യം ആ വാക്ക് കേട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ അർത്ഥം അത് വെച്ച് നീട്ടി വലിച്ചു എന്നതാണ് അർത്ഥം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു കാരണവശാലും കൊടുക്കൂല. അടിയിൽ കൂടെയുള്ള വാക്കാണ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും ഈ മൾട്ടിപ്പിൾ സ്റ്റൈൽ പുള്ളിക്കുണ്ട്. എത്ര കാര്യങ്ങളായി ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ചിന്തിക്കാം. പ്രലോഭനങ്ങളിൽ വീഴുന്ന മനുഷ്യരാണ് നാട്ടിലുള്ളത്. അതൊരു മണി ചെയിൻ മനഃശാസ്ത്രമാണ്. ആ മണി ചെയിൻ മനഃശാസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് വാക്കുകൊണ്ട് ആൾക്കാരെ മയക്കുക എന്നുള്ള മണി ചെയിൻ വിസ്മയമാണ് നിങ്ങളടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് വാക്കും കേട്ടുകൊണ്ട് ഏതെങ്കിലും എടുത്ത് ചാടുന്നതിന് മുന്നോടിയായിട്ട് വയനാട് പിരിച്ച പണത്തിന് വീട് വെച്ച് കൊടുക്കുമെന്ന് ഒരു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുണ്ടായിരുന്നു. അതിന്റെ പണി തുടങ്ങിയെന്ന് പിന്നീടും വാക്ക് പറഞ്ഞു. അതിന്റെ തറക്കല്ലിട്ട് പിന്നീടും ഒരു വാക്ക് കാണിച്ചു. എന്നിട്ട് എന്താണ് ഇന്നിപ്പോ ആ വാക്കിന്റെ അവസ്ഥയെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. എന്റെ നിയോജകമണ്ഡലമായ കുട്ടനാടിന്റെ അഭിമാനമാണ് ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളംകളി. ഇത് 29/6/2026 പരമ്പരാഗത ചടങ്ങുകൾ പ്രകാരം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. കുട്ടനാട് തഹസീൽദാർ ജനറൽ കൺവീനറായി നടത്തപ്പെടുന്ന ഈ വള്ളംകളി നടക്കുന്ന ദിവസം, അതായത് 29/6/2026 കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി നൽകണമെന്ന ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നു. അത് പരിഗണിച്ച് കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് മുൻ വർഷങ്ങളിൽ അവധി നൽകിയിട്ടുള്ളതല്ല. വിശേഷ ദിവസങ്ങൾ, ഉത്സവങ്ങൾ പ്രമാണിച്ച് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പ്രാദേശിക അവധി പ്രഖ്യാപിക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് നമ്മൾ മുൻകൂർ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലും അത് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഓർഡറിലൊന്നും വള്ളംകളിക്ക് അവധി അനുവദിച്ചിട്ടില്ല. പുതിയതായി പൊതു അവധി, നിയന്ത്രിത അവധി, പ്രാദേശിക അവധി തുടങ്ങിയവ അനുവദിക്കേണ്ട എന്നായിരുന്നു പൊതുവായി സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നതിനാൽ ഇത്തരത്തിലുള്ള പ്രാദേശിക അവധികൾ അനുവദിച്ചിരുന്നില്ല. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ശ്രീ